വെൽക്കം ടു അവർ ഹലോവീൻ ആൻഡ് ദിവാലി പാർട്ടി. ആക്ച്വലി ഇത് ദിവാലി പാർട്ടിയാണോ ഹലോവീൻ പാർട്ടിയാണോ എന്ന് മൊത്തത്തിലൊരു സംശയം ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാട്ടോ. ലുലുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ദിവാലി ആൻഡ് ഹലോവീന് ഒരുമിച്ചുള്ള പാർട്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എപ്പോഴത്തേയും പോലെ ലേറ്റായിട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അവിടുത്തെ ലൈറ്റ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒത്തിരി ലേറ്റായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവർക്ക് ആക്ച്വലി ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഓർ വൈറ്റ് ആയിരുന്നു ഡ്രസ് കോഡ്. അപ്പോൾ ഓടിച്ചെന്ന് പുള്ളിക്കൊരു ഹുഡിയൊക്കെ മേടിച്ച് ഞങ്ങൾ കയറായിരുന്നു. ആക്ച്വലി പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു 3-4 hours നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ ദെയർ. കാരണം എനിക്ക് ആ പാട്ടുകളൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കാരണം ഒബ്വിയസ്ലി കോപ്പിറൈറ്റ് കിട്ടുമായിരിക്കും. സോ ഐ എം നോട്ട് ഗോണ പുട്ട് സോങ്സ്, ബട്ട് ഓ മൈ ഗോഡ്, ദീസ് വെർ ദ ബെസ്റ്റ് മിക്സ് സോങ്സ്. ആൻഡ് അത് മാത്രമല്ല, അവർ കുറച്ച് കൂടുതൽ മിക്സ് ആയിട്ടുള്ള പാട്ടുകളായിട്ട് കുറച്ച് മലയാളം പാട്ടുകളുണ്ടായിരുന്നു, കുറച്ച് ദിവാലി കൈൻഡ് ഓഫ് വൈബ്സ് ഉള്ള പാട്ടുകളുണ്ടായിരുന്നു, കുറച്ച് ഹലോവീൻ പാട്ടുകളുണ്ടായിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് എ മിക്സ് ആൻഡ് ദാറ്റ് വാസ് വെൽ ക്യൂറേറ്റഡ്. അവിടെ ആക്ച്വലി ഇത് മാത്രമല്ല, കുറച്ച് ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ ഹലോവീൻ്റെ കുറച്ച് നേരത്തെ കണ്ടല്ലോ, കുറച്ച് ആൾക്കാർ ഡ്രസ്സപ്പ് ചെയ്ത് നന്നായിട്ടും അതുപോലെയുള്ള കുറച്ച് ക്രീപ്പി കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഫോട്ടോ ബൂത്ത് പോലെ ഉണ്ടായിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ആ ഫേസ് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ക്യൂവിൽ ഒരു 1/2 hour വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ നല്ല കിടിലം മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല കിടിലം മഴ. ആക്ച്വലി നമ്മൾ കുറേ നേരം മഴ നനഞ്ഞ് ഡാൻസ് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ മഴയത്ത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അത് ഫാബ്രിക് പെയിൻ്റ് ആയതുകൊണ്ട് മഴയത്ത് നനഞ്ഞാൽ അത് പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് 1/2 hour വെയിറ്റ് ചെയ്തിട്ട് പോലും ഞാൻ അതിൽ ഫേസ് പെയിൻറ്റ് ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഹലോവീൻ്റെ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു, പക്ഷേ ദേവരിലെ ക്യൂട്ട് ക്രീപ്പി ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കണം എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ പുള്ളി പെട്ടെന്ന് എൻ്റെ ഫോട്ടോ നന്നായിട്ട് കിട്ടാനായിട്ട് ഹി ജസ്റ്റ് പുഷ് മീ, ജസ്റ്റ് സെറ്റ് മീ ടു ഗോ ഓവർ ദെയർ ആൻഡ് സ്റ്റാൻഡ് അലോൺ. ആൻഡ് ഐ വാസ് ലിറ്റിൽ ബിറ്റ് ആങ്ഷ്യസ് ഐ ഗെസ്. അപ്പോൾ പെട്ടെന്ന് അവിടെ അടുത്ത് പോയി നിന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആയിപ്പോയി. ഞങ്ങളങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നാസിക് ഡോൾ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഡാൻസ് കളിച്ച് തളർന്ന ക്ഷീണത്തിൽ ഞാനൊരു പാവ് ഭാജി കഴിച്ചു. ആക്ച്വലി അവിടെ വേറെയും കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. കുറച്ച് ലുലുവിൻ്റെ ആയിരുന്നു, കുറച്ച് നോർത്ത് എക്സ്പ്രസിൻ്റെ ഉണ്ടായിരുന്നു, കുറച്ച് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു അമൂലിൻ്റെ. പക്ഷേ എനിക്കിതാണ് ഇഷ്ടമായത്, അതുകൊണ്ടാണ് പാവ് ഭാജി മേടിച്ചത്. ആൻഡ് ചുറ്റിലും ശരിക്കും മഴ പെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. മഴയത്താണ് കുറേ നേരം ഡാൻസ് കളിച്ചത്. മഴയായാലും ഞാനതൊന്നും നോക്കിയില്ല, ഞാൻ നന്നായിട്ട് കഴിച്ചു. ഓഫ് കോഴ്സ് ഫയർ ക്രാക്കേഴ്സ് ഇല്ലാതെ എന്ത് ദീപാവലി അല്ലേ. ലുലു ആക്ച്വലി എല്ലാ തവണയും ന്യൂ ഇയറിന് ഇതുപോലൊരു സെഷൻ വെക്കാറുണ്ട്. ഇത്തവണ ദിവാലി ആയതുകൊണ്ട് ഇത്തവണയും പടക്കങ്ങളും ഇതുപോലെയുള്ള ഫയർ ക്രാക്കേഴ്സിൻ്റെ എല്ലാം ഒരു അടിപൊളി സെഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6, ഇഫ് ഐ എം നോട്ട് റോങ്, സീസൺ 6 കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള DJ സിബിൻ ആയിരുന്നു. പുള്ളി വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു DJ തന്നെയായിരുന്നു. ഹി ഹാൻഡിൽ ദ ക്രൗഡ് വെരി വെൽ. Alright guys, so thank you so much. So one more shout out for this Lulu Mall, for this wonderful party, Lulu Mall. Okay, so ഇങ്ങനത്തെ പാർട്ടീസ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അപ്പം ലാസ്റ്റ് ട്രാക്ക് തിരുവനന്തപുരത്ത് നിന്ന് ലാസ്റ്റ് ട്രാക്ക് പ്ലേ ചെയ്യുന്ന തിരുവനന്തപുരത്തുകാരൻ തന്നെ കമ്പോസ് ചെയ്ത് തിരുവനന്തപുരത്തുകാരൻ
ഡാൻസ് കളിച്ച് കളഞ്ഞ എനർജിക്ക് ആ പാവ് ഭാജിയൊന്നും എനിക്ക് ഒന്നും ആയില്ല. പ്രോഗ്രാം തീർന്നു കഴിഞ്ഞ് വിശന്നിട്ട് ഞാൻ കറങ്ങായിരുന്നു. സോ നേരെ ഓടി ചെന്ന് നൂഡിൽസും ചില്ലി ചിക്കനുമാണ് മേടിച്ചത്. ബട്ട് ശരിക്കും ദാറ്റ് വാസ് ദ വേസ്റ്റ്. എനിക്ക് നോർമലി അങ്ങനെ ഫുഡിനോട് ബാഡ് റിവ്യൂ പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ അത് ഒട്ടും നല്ലതായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടി കഴിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അതുകൊണ്ട് മാത്രം ഞാനൊരു രാത്രിയായിട്ട് പോലും ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ പോവാണ് ഉണ്ടായത്. ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടെങ്കിലും ഞാൻ നല്ല ടയേർഡായിട്ട് ഉറക്കം വന്നിരിക്കുകയാണ്. കാരണം ഇത്രയും ഡാൻസ് ചെയ്തു ആൻഡ് ഇത്രയും രാത്രിയായി. അപ്പം ഞാൻ ഉറക്കം വന്നാലും നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് വെച്ച് ഓട്ടിക്കില്ലേ, അതുപോലെയാണ് ഞാൻ ഓട്ടിച്ച് അവിടെ എത്തിയത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ദിവാലി പ്രിപ്പറേഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. ഒരു ഫേവറേറ്റ് പുഡിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പുഡിങ് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദിവാലി പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ പുഡിങ്ങിനും ഡെസേർട്സിനുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഇന്ന് എനിക്ക് കുറച്ചൊന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ നാളെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹെയർ കെയർ ചെയ്യണം. അപ്പോൾ വലിയ പരിപാടിയാണെന്നില്ല, വളരെ ലളിതമായ പരിപാടിയാണ്. പക്ഷേ കുറച്ച് പ്രിപ്പറേഷനൊക്കെ വേണമല്ലോ എന്തിനായാലും. സോ നമുക്ക് ത്രെഡ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഫെയർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള സലൂണിൽ മാത്രമേ പോവുള്ളൂ. അവിടെയാണ് എനിക്കിഷ്ടമായി. ഐ ആം വെരി പർട്ടിക്കുലർ അബൌട്ട് സംതിങ്. സോ അവിടെ നിന്ന് മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാറുള്ളൂ. സോ ലെറ്റ്സ് ഗോ. ഇന്ന് പ്രിപ്പറേഷൻ്റെ വകയായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ മാത്രമല്ല സന്തോഷം വേണ്ടി. സോ ഇന്നൊരു ഫിലിമിനും കൂടെ പോകുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ കുറച്ച് നൊസ്റ്റാൾജിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബൈക്ക് റൈഡ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൂര്യൻ പറഞ്ഞു അത്ര നൊസ്റ്റാൾജി വേണ്ട. കാരണം നല്ല വെയിലായിരുന്നു. ഞങ്ങളിങ്ങനെ ഉരുകി പോകുന്ന വെയിലായിരുന്നു. എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. ഞങ്ങൾ ബൈക്കിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നല്ല ടാൻ അടിച്ച് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചേച്ചീനെ കണ്ടുകൊണ്ട് ത്രെഡ് ചെയ്യുന്ന ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് ഐ വാസ് റിയലി ഹാപ്പി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ എപ്പോഴത്തെയും പോലെ തന്നെ ലേറ്റായിട്ട് ഓടി കയറിയാണ് ആ തിയേറ്ററിൽ കയറിയത്. ഈവൻ 10 മിനിറ്റ്സ് ഞങ്ങൾ ലേറ്റായിരുന്നു. ചെന്ന് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ആ റിക്ലൈനറിൽ ഞാൻ കിടക്കാനാണോ പോയതെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനൊരു പിzzയൊക്കെ കൂടെ കഴിച്ച് നല്ല കംഫർട്ടബിളായിട്ട് അങ്ങനെ ആ ഡേറ്റ് അവസാനിപ്പിച്ചു. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ദിവാലി സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി ദിവാലി സ്വീറ്റ്സ് ഞാൻ ഇത്തവണ ഒരു പ്രോപ്പർ ദിവാലി സ്വീറ്റ് അല്ല ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ നോർമലി മൈസൂർ പാക്ക് അതുപോലത്തെ കാര്യങ്ങളല്ലേ നമ്മൾ ദിവാലിക്ക് കഴിക്കുക. അതൊക്കെ എനിക്കിവിടെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നല്ല സാധനങ്ങളൊക്കെ ഇവിടെ എനിക്ക് കിട്ടാറുണ്ട്, അതുപോലത്തെ സ്വീറ്റ്സ്. പക്ഷെ പുഡിംഗ് ആണ് എനിക്കിവിടെ കിട്ടാൻ വളരെ കുറവ്. കാരണം എന്തുകൊണ്ടോ എനിക്കിവിടുത്തെ സ്വീറ്റ്സിനൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങും ഒരു സ്റ്റീവിയ കൈൻഡ് ഓഫ് ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം ഞാൻ പുറത്തുനിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ദിവാലിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് ഒരു കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. കാരണം കുറച്ച് ടൈം മാത്രമേ എടുക്കാവുള്ളൂ ആൻഡ് എൻ്റെ സ്വീറ്റ് ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. സോ ലെറ്റ്സ് മേക്ക് എ കസ്റ്റാർഡ് പുഡിംഗ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാല്, ഷുഗർ. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഓർഗാനിക് ഷുഗർ ഉള്ളത് കൊണ്ട് അതെടുത്തുന്നേ ഉള്ളൂ. നോർമൽ ഷുഗർ മാത്രം മതി. ഫ്രഷ് ക്രീം, കസ്റ്റാർഡ് പൗഡർ, ജെലറ്റിൻ, വെനില എസൻസ് ആൻഡ് നിങ്ങളുടെ ഫേവററ്റ് എന്തെങ്കിലും ടോപ്പിങ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വീറ്റ് ചെറീസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടി എനിക്ക് കിട്ടിയില്ലായിരുന്നു. എനിക്ക് കൂടെ എന്തുകൊണ്ടാണെന്നറിയില്ല അയലിലുണ്ടായിരുന്നത് ഈ വാലന്റൈൻസ് ഡേ സ്പ്രിങ്കിൾ മാത്രമാണ്. അതുകൊണ്ട് ദിവാലിക്ക് എന്തുകൊണ്ടാണ് വാലന്റൈൻസ് ഡേ ഹാർട്ടിൻ്റെ സ്പ്രിങ്കിൾ എന്ന് എന്നോട് ചോദിക്കരുത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഓവർ സ്വീറ്റ് അല്ലാത്തൊരു സ്പ്രിങ്കിളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്പ്രിങ്കിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇത്രയും സാധനമാണ്, വളരെ കുറച്ച് സാധനമല്ലേ, ഇത്രയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. 1/2 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യമേ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അത് കുതിർന്നോളും. നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് കുതിർന്നോളും. അതിനുശേഷം ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാല്, അതിനകത്തേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് ഇത്രയും ഇട്ട് ഒന്ന് ചൂടാവാൻ വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗളിൽ തണുത്ത പാൽ ആദ്യമേ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് തണുത്ത പാലെടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കെട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സോസ് പാനിൽ പാലും പഞ്ചസാരയായിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഈ കസ്റ്റാർഡ് പൗഡറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യുക. കുറുകി കഴിഞ്ഞാൽ ഉടനെ തീ കുറയ്ക്കുക.
കണ്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തണുത്ത വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന ജെലറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം മാത്രം മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക, കാരണം അധിക നേരം ജെലാറ്റിൻ ചൂടാക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇത് നമ്മൾ പുറത്ത് ഗ്യാസിൽ നിന്ന് മാറ്റി പുറത്ത് എവിടെയെങ്കിലും ഒന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടെ, ആ ഒരു ഫ്ലേവറിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെനില എസൻസ്, ഒരു ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ വെനില എസൻസ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ പാത്രത്തിലേക്ക് മാറ്റുക. ആൻഡ് നിങ്ങൾക്ക് ചെറീസൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു സോളിഡ് പരുവത്തിലേക്കും അപ്പോഴത്തേക്കും നമുക്ക് ചെറീസ് വിതറി കൊടുക്കാം. ഇല്ലെങ്കിൽ അവസാനം ഇത് സെറ്റായതിനു ശേഷം ഇട്ടാലും മതി. ബോത്ത് വർക്ക്സ്. ആദ്യത്തെ 1/4 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആൻഡ് യുവർ പുഡിംഗ് ഈസ് റെഡി.